പറയാനുള്ള അവകാശമുണ്ട്. എത്ര പൈസ ദൂർത്തടിക്കണം, ഓരോ ബസ്, ഓരോ കാര്യങ്ങൾ, ഇതൊക്കെ നടത്തുന്നില്ല. അതിനൊക്കെ പൈസ ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ പിന്നെ ഈ യൂട്യൂബിൽ കണ്ടു, പിന്നെ 2.5 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ചികിത്സാ ചെലവിന് വേണ്ടി പെട്ടെന്ന് കൊടുത്തു. അവിടെ ഇവിടുന്ന് പൈസ ഉണ്ടായി. അപ്പം ഞങ്ങൾ ഈ പാവപ്പെട്ടവനാണ് ഒന്നും തരാനില്ലാത്തത്. അങ്ങനെയായാൽ പറ്റില്ലല്ലോ, ഞങ്ങളും ജീവിക്കണ്ടേ, ഞങ്ങൾ മനുഷ്യർ തന്നെയല്ലേ. അവർക്ക് കണ്ണട വാങ്ങാൻ 50,000, അങ്ങനെ ഓരോന്നും ഓർമ്മയില്ല, വയസ്സായില്ലേ, പലതിനും വേണ്ടി അവർ ദൂർത്തടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആയാൽ പറ്റില്ല. അല്ല, അങ്ങനെ തന്നിട്ട് കാര്യമില്ലല്ലോ, ഞങ്ങൾക്ക് ആർക്കും കാര്യമില്ല. ഒരുപാട് പൈസകൾ കടയിലായാലും പിന്നെ സാധനങ്ങൾ വാങ്ങിച്ചതിൻ്റെ കൈക്കടം വാങ്ങിച്ചതിനുണ്ട്. ഈ 6 മാസത്തേന്ന് പറഞ്ഞാൽ ഈ പൈസ മൊത്തം കടം വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം അവരൊക്കെ വീട്ടിൽ വന്ന് ചോദിക്കൽ തുടങ്ങി, ഞങ്ങളെ ശല്യം ചെയ്യൽ തുടങ്ങി. ആ, ഇതുപോലെ എല്ലാവർക്കും ഉണ്ടാവും. സർക്കാരിനോട് പറയാനുള്ളത് ഞങ്ങളുടെ ക്ഷേമ പെൻഷൻ കിട്ടിയേ പറ്റൂ. അത് തരണം. എനിക്ക് മാത്രമല്ല, ഈ ലോകത്ത് കിട്ടാൻ എല്ലാവർക്കും ഉണ്ട് അത്. പക്ഷെ ചിലർക്ക് ധൈര്യം ഇല്ലായിരിക്കാം, ചിലർക്ക് പറയാനുള്ള പ്രാപ്തി ഇല്ലായിരിക്കാം. പക്ഷേ ഇങ്ങനെ എല്ലാവരും മിണ്ടാണ്ടിരുന്ന ഇത് എന്നുള്ള അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യമാണ്, ഞങ്ങളെ സഹായിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് സർക്കാരിനോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ 6 മാസത്തെ പെൻഷൻ ഉടനെ അനുവദിക്കണം. അതുകൊണ്ട് എനിക്കിപ്പോൾ ഇവിടെ ഞാനും എൻ്റെ അമ്മയും പിന്നെ വയ്യാത്തൊരു മകനാണ്, വാദത്തിൻ്റെ മകന്. പിന്നെ 2-3 പ്രാവശ്യം ഡെങ്കി വന്നു. പിന്നെ ഇവിടെ അപ്രന്റീസായിട്ട് ഇവിടെ ഈ എന്താ പറയുക, ഇവിടേക്ക് പാൻ സൊസൈറ്റി അല്ല, മറ്റേ ഇതുണ്ടല്ലോ, ഈ എന്തൊക്കെ സാധനങ്ങൾ, പിന്നെ വളത്തിൻ്റെ ഈ ITയുടെ അവിടെ, അതിൽ അവന് പിന്നെ 1 കൊല്ലത്തോളം കിട്ടി. അപ്പം അതിൽ ഈ 50 കിലോ ചാക്കൊന്നും ആ കുട്ടിക്ക് കയറ്റാൻ വയ്യ. പക്ഷെ എങ്ങനെയൊക്കെയോ കൊല്ലം തികച്ചു, അപ്രന്റീസിൻ്റെ കാശ് കിട്ടുമല്ലോ എന്നുള്ളൊരു ധാരണയിൽ. അപ്പം അതൊക്കെ ചെയ്തു. പിന്നെ ഇതുപോലെ 1 കൊല്ലം അവന് കൊഴിഞ്ഞാമ്പാറയിൽ സപ്ലൈക്കോയിൽ 1 കൊല്ലം കിട്ടി. പിന്നെ ഒക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാം പഠിച്ച കുട്ടിയാണ്. പക്ഷെ അവന് തണുപ്പിൽ നിൽക്കാൻ പറ്റില്ല. ബാക്കി വല്ല കമ്പ്യൂട്ടർ വർക്കോ വേറെ എന്തെങ്കിലും ഓഫീസ് ജോലിയൊക്കെ ആണെങ്കിൽ ചെയ്യാം. ഇപ്പോൾ പണിയൊന്നുമില്ല. അങ്ങനെ കൂട്ടുകാരുടെ കൂടെ എന്തെങ്കിലുമൊക്കെ PSC പഠിക്കാനും അതിനെന്തിനൊക്കെ ആയിട്ട് പോകുന്നതായിരുന്നു. ഞാൻ പെട്ടെന്നൊരു തീരുമാനം ഇതിൽ കണ്ടു, എനിക്ക് വിഷമമായി, ഇനിയും കിട്ടില്ല അല്ലേ എന്നുള്ളതായി. ആ ഒരു വെപ്രാളത്തിൽ അമ്മയും കൂട്ടിപ്പോയി. ഇങ്ങനെയെല്ലാം വിചാരിച്ചു. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് നടക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഭാഗത്ത് കിടത്താം. പത്മാവതി കോവിലമ്മയും അവരുടെ മകളായ ഇന്ദിരാമ്മയും കാരണം ഇവർക്ക് ക്ഷേമ പെൻഷൻ കിട്ടാതെ 6 മാസത്തോളം 6 മാസമായി പഞ്ചായത്തിന് മുമ്പിൽ കട്ടിലിട്ട് സമരം ചെയ്ത 2 വ്യക്തികളാണ് അല്ലേ? അതെന്താണ് ഒരു പെട്ടെന്ന് പ്രചോദനങ്ങൾ ഉണ്ടാകാൻ കാരണം എന്താണ്? അത് തലേ ദിവസം ഇവിടെ പിന്നെ TV-യിൽ കാട്ടി, പിന്നെ പെൻഷൻ തരാൻ പൈസയില്ല, പെൻഷൻ പഴുത്തൊന്നും കിട്ടില്ല എന്നുള്ളത്. അത് കണ്ടപ്പോൾ ഇനി യാതൊരു നിവൃത്തിയില്ല, ആരെയും അറിയിക്കണ്ട. രാവിലെ ഒരു 6 മണിയാകുമ്പോൾ ഒരു വണ്ടിയും വിളിച്ച് എൻ്റെ അമ്മയും കൊണ്ട് ഒരു കട്ടിലോട്ട് അവിടെ പോയി കടന്നു. നിവൃത്തിയില്ല, ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവും ഇല്ല, ഇരിക്കാൻ വീടില്ല. വീടിന് വേണ്ടി ഞങ്ങൾ കൊടുത്തു. ഈ വീടെന്ന് പറയുന്നത് മകളുടെയും മകൻ്റെയും കൂടി 1 സെൻറ്റ് സ്ഥലമാണ്. അതാണ് അവസ്ഥ. പിന്നെ ഉമ്മൻചാണ്ടി സാറുള്ളപ്പോൾ കുറച്ച് പൈസ തന്നു, നിന്റെ ആധാരം കൊണ്ടുപോയിട്ട് എവിടെയും എടുക്കില്ല, അങ്ങനെ വേറെ ഒരാളുടെ അടുത്ത് കൊണ്ടുപോയി പണയം. പാലക്കാട് അകത്തേത്തറ നിന്നും ന്യൂസ് 95 വേണ്ടി സനോജ് മന്ത്ര.